ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി നിലമ്പൂർ റൂട്ടിൽ, നിലമ്പൂർ ടൗണ് കഴിഞ്ഞ് കോടതിപ്പടി അവിടെയുള്ള ഫർസ ഹോട്ടലിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ 1940 തുടങ്ങിയിട്ടുള്ള ഹോട്ടൽ ഗ്രൂപ്പാണ് ഫർസ. അപ്പോൾ ഏകദേശം 2 വർഷമായി ഇവിടെ നിലമ്പൂർ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ആ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകാം. നിലമ്പൂർ മഞ്ചേരി റോട്ടിൽ നിലമ്പൂർ ടൗണിൽ നിന്ന് അധികം ദൂരെ അല്ലാതെ കോടതിപ്പടി അവിടെയാണ് ഫർസ റെസ്റ്റോറൻറ്റ്. ആയിരത്തി 1940 ആരംഭിച്ച ഫർസ ഹോട്ടൽ ഗ്രൂപ്പിൻ്റെ നിലമ്പൂരുള്ള ഫർസ റെസ്റ്റോറൻറ്റ് 2ാം വർഷത്തിലേക്ക് കടന്നു. ഇന്നത്തെ സ്പെഷ്യൽ ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സ്പെഷ്യലായിട്ടുള്ള വിഭവങ്ങൾ തന്നെയാണ്, അതൊക്കെ ഇവിടെ കാണാം. പാർസൽ സർവീസ്, കാറ്ററിങ് എല്ലാം ഇവിടെ ഉണ്ട്. ഇത് മുകളിലത്തെ നിലയാണ്. ഇത് സൽക്കാര ഹാള്, അതായത് കോൺഫറൻസ് ഹാള്, അതും നല്ല രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ചിക്കൻ, മട്ടൺ, ബീഫ്, സീ ഫുഡ്സ്, വെജിറ്റബിൾസ് എന്നീ വിഭാഗങ്ങളിലായിട്ട് വിവിധ തരത്തിലുള്ള വിഭവങ്ങളാണ് ഇവിടെ ലഭ്യമാവുന്നത്. അറേബ്യൻ ഫുഡ്സ്, തന്തൂരി ഐറ്റംസ്, ജ്യൂസ്, ഐസ്ക്രീമുകൾ, സലാഡ്, സൂപ്പ്, സ്റ്റാർട്ടേഴ്സ്, അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ വിഭാഗത്തിലുള്ള ഭക്ഷണങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ളതാണിത്. ചട്ടിച്ചോറാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. കപ്പ, ഓംലെറ്റ്, പിന്നെ സ്പെഷ്യൽ ചിക്കൻ 2 പീസ് ഉണ്ട്, പിന്നെ അയല വറുത്തത്, ബീറ്റ്റൂട്ടിൻ്റെ പച്ചടി, പിന്നെ ഒരു തോരൻ, പാവയ്ക്കയാണ്, പിന്നെ ഇതാ പപ്പടം കാച്ചിയത്, പിന്നെ ഇപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്ത കാരക്കുടി ചിക്കനാണിത്, അതും ഇവിടെ വന്നിട്ടുണ്ട്. ഇതാ ചമ്മന്തികളുണ്ട്, പിന്നെ മുളക് വറുത്തത്, അച്ചാറ്, സ്പെഷ്യൽ ചമ്മന്തികളാണ്, പിന്നെ വെണ്ടയ്ക്ക തീയൽ. അപ്പോൾ നല്ല നാടൻ വിഭവങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് അത്യാവശ്യം നല്ല വിഭവങ്ങളുണ്ട്. പിന്നെ ഇതാ കഞ്ഞിവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഒഴിച്ചുകറിയായിട്ട് മീൻകറി, മോരുകറി, അതുകൊണ്ട് വിഭവസമൃദ്ധമായ നാടൻ ചട്ടിച്ചോറ്. കപ്പ, പതിവ് പപ്പടം പിന്നെ ഒഴിവാക്കാൻ വയ്യല്ലോ. അപ്പോൾ ഏതായാലും ചട്ടിച്ചോറ് വിഭവങ്ങളും കഴിച്ചു കഴിഞ്ഞു. ഇലയിലാണ്, ഈ ചട്ടീൻ്റെ നേരെ മുകളിലായിട്ട് ഇലയുണ്ട്. നല്ല അടിപൊളി എല്ലാ വിഭവങ്ങളും.
പിന്നെ നമ്മളെ കഞ്ഞിവെള്ളം മൺപാത്രത്തിലാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു നമ്മളത്. നല്ല ഭക്ഷണമാണ്. എല്ലാ വിഭവങ്ങളും ഒക്കെ നല്ല ടേസ്റ്റുള്ള വിഭവങ്ങൾ. ഇപ്പം നാടൻ വിഭവങ്ങളിലാണ് പ്രധാനമായിട്ട് നമ്മൾ കഴിച്ചു വെക്കുന്ന നാടൻ വിഭവങ്ങളാണ്. നാടനാണ് കഴിച്ച വിഭവങ്ങളൊക്കെ ഏറെക്കുറെ എല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.